ഹായ്, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ പായസ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു പാലട പായസമാണ്, പാലട പ്രഥമൻ. പക്ഷെ ഞാനിത് റെഡിയാക്കുന്നത് മക്രോണി വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഏത് മൂഡ്? പായസം മൂഡ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നബിദിനാശംസകളൂടെ അറിയിക്കുകയാണ്. അപ്പോൾ കുറച്ചായില്ലേ നമ്മുടെ നബിദിന ഓണമൊക്കെ ഒരുമിച്ച് വരുന്നത്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. മിക്സിയുടെ ജാറിലിട്ടത് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം, പൊടിച്ചെടുക്കരുതേ. പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പാലടയുടെ ആ ഒരു ഇത് കിട്ടൂല. ഇനി നമുക്കൊരു പാൻ എടുക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കുക. കിസ്മിസിൽ അണ്ടിപ്പരിപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ബദാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1-ാം പാലും 2-ാം പാലൊക്കെ ഒന്നിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 ശർക്കര ഉരുക്കിയതാണ്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മക്രോണി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മക്രോണി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ പായസം റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഞാൻ ഒട്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതുപോലെ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ മക്രോണിയിൽ ചെറിയൊരു ഉപ്പുള്ളതുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പിങ്ക് പാലട കുടിക്കുന്ന ആ ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ ഉണ്ട്. മക്രോണിയാന്ന് പറയേയില്ല കേട്ടോ. അപ്പോൾ ചൂടോട് കൂടിയിട്ടോ തണുപ്പിച്ചിട്ടോ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.